Apa? Apa? Enggak. Apa? Kopi. Gimana? Enggak. ഇറങ്ങ പൊന്നു ഇറങ്ങ. ഒന്ന് പറയുമോ എവിടേക്കാണ്? ഇന്ന് നമുക്ക് ചെറിയൊരു പണിയുള്ള എന്താന്ന് വെച്ചാല് ചെറിയൊരു കുളം കുത്തലാണ്. അപ്പം നമ്മുടെ മീനിൻ്റെ പ്രാന്ത് പണ്ട് ഉണ്ടായിരുന്നു, കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ചെറുതായിട്ട് ഓരോ മീനുകളേനായിട്ട് ഇങ്ങനെ വീണ്ടും തുടങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ ഒരു പേര് ഗപ്പീനെ മേടിച്ചിട്ടുണ്ട്, ഒരു പേര് ഓസ്കാറിന് മേടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെറുതായിട്ട് വീണ്ടും പഴയ ആ പ്രാന്തുകൾ തുടങ്ങാനുള്ളൊരു ഇതാണ് ഇന്നത്തെ പരിപാടി. ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഇത് പണിയാനുള്ള ഉദ്ദേശം. അങ്ങനെ കുളന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു കുഴി കുത്തിയിട്ട് അതിലൊരു ടാർപ്പായിട്ടിട്ട് വെള്ളം നിർത്തുക. മയില നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഡാനുവിൻ്റെ ഫ്രണ്ടാണ് ആൽവിൻ. ഒരു ഹായ് പറടാ. പറ്റേ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞു കേട്ടോ. ഇത് ഇത്ര ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ സൈസ് കേട്ടോ. അധികം വലിപ്പമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് ആഴം വരുമല്ലോ, ഒരടി ആഴം. ഇതുവരെയുള്ള പണിയൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് കഴിഞ്ഞു കേട്ടോ. ഈ മാർക്കിങ്ങും ഇതൊക്കെ ഇനിയാണ് പണി. അവിടെ കുഴിച്ചെടുക്കണം. അപ്പോൾ ഡാനും ആൽവിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാനുള്ളത്. നമുക്കത് ഇന്ന് തന്നെ തീർക്കണമെന്നൊന്നുമില്ല കേട്ടോ. വയ്യണ്ടായി അപ്പം നിർത്തുക, അടുത്ത ദിവസം കുറേശ്ശെ. ആർക്കിപ്പോൾ എത്ര തിരക്ക്. നല്ല ഉറച്ച മണ്ണ കേട്ടോ. അവിടെ കൊത്തുമ്പൊന്നും കക്കോട്ടൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് നനച്ചിട്ട് അവിടെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി സിമ്പിളായിട്ട് കൊത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മഴ പെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. ഞങ്ങൾ മൂന്നാളും മാറി മാറി കൊത്തിയിട്ട് 2 മണിക്കൂർ നേരത്തെ പണി കൊണ്ട് എത്ര ആയിട്ടുള്ളൂ കേട്ടോ. JCB ഒക്കെ ആണെങ്കിൽ 2 മാന്തലിന് പണി കഴിഞ്ഞു. നല്ല അധ്വാനമുണ്ട്. എന്തായാലും വെക്കേഷൻ ഒരു ആക്ടിവിറ്റി ആവട്ടെ. ജിമ്മിൽ പോണ്ട, ഇത് മതി.
2.5 മണിക്കൂറിന് ശേഷം നമ്മുടെ കുഴി ഏകദേശം ഒരു ഏകദേശം ഒരു 3/4 ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുഴിയുടെ പണി ഏകദേശം കഴിഞ്ഞു. എങ്ങനെയുണ്ട് അനുഭവം? പങ്കിടൂ രണ്ടുപേരും. വിചാരിച്ചത്ര ഈസി അല്ലാന്നാ എളുപ്പമല്ലാന്നാ? അല്ല, ഈസി എളുപ്പം ഒന്നല്ലേ? ഈസി അല്ല എന്നാണോ ബുദ്ധിമുട്ടില്ല എന്നാണോ? അൽവിന എങ്ങനെയുണ്ടോ? പയ്യണ്ടയ്യ. അങ്ങനെ നമ്മുടെ കുഴിയുടെ പണി കഴിഞ്ഞു. ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് കല്ല് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ വെക്കണം. അതായത് സാധാരണ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ. അത് കഴിഞ്ഞിട്ട് പണികൾ കുറേ ഉണ്ട്. കല്ല് കൊണ്ടുവന്നേക്കട്ടെ. എത്ര നേരം ഇടാ പറഞ്ഞ? 3.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ടാങ്കിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇതിൽ വെള്ളം നിറയ്ക്കാനായിട്ടില്ല, കുറച്ചുകൂടി പണികളുണ്ട്. ഇതിൽ നമ്മൾ ഇതിൻ്റെ അടിയിലൊക്കെ മൊത്തം ചാക്ക് വിരിക്കാനാണ്. കാരണം ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള വല്ല എഡ്ജുകളുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ മേടിച്ചിട്ടുള്ള ടാർപ്പായി വിരിച്ചിട്ട് വെള്ളം നിറയ്ക്കാം. അതാണ് പരിപാടി. നമ്മൾ തീരുന്ന് വിചാരിച്ചില്ലേ അല്ലേന്ന്? ഞങ്ങൾ കുറേശ്ശെ ചെയ്യാം. കാരണം തുടക്കത്തിലൊന്നും തീരെ ഇവിടെ നീങ്ങണില്ല, ഇടുന്ന് കുത്തുക എന്നല്ലാണ്ട് ഒരു രൂപമാവണില്ല. പക്ഷെ കുറച്ചൊന്നും കുഴി കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞു. പിന്നെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടായിരുന്നുട്ടാ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോകൾ ഇനി ഇടൂട്ടാ. ഇത് ടാങ്കൊക്കെ സെറ്റ് ചെയ്തത്, മീനിനൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ പറടാ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓ, എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ബൈ പറയാൻ വരുന്നുണ്ട് ഒരാള്. ക്യാമറ ഓൺ ചെയ്തെന്ന് പറഞ്ഞ കറക്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ഓക്കെ, ബൈ. എന്റെ പപ്പോട് പറഞ്ഞേ താടി പിടിക്കണം. താടി പിടിച്ചിട്ട് താടി അവിടെ നല്ലോണം നനച്ചു കൊടുക്കും.